നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വർഷത്തെ അത്തം നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണെന്ന് ഇന്ന് പരിശോധിച്ച് നോക്കാം. മീനശനി മിഥുന വ്യാഴം 1201 ആണ്ട് മേടമാസം 1-ാം തീയതി ഉദയാദി 5:47 വിനാഴികയ്ക്ക് ചതയ നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നികരണവും ശുഭ്രനാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം കുംഭക്കൂറിൽ എടവ ലഗ്നത്തിൽ ജല ഭൂതോദയത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ വർഷത്തിൽ അനുഭവിക്കാനായിട്ടുള്ള യോഗം കാണുന്നുണ്ട്. എങ്കിലും വരവും ചിലവും തുല്യമായിരിക്കും. അപ്പോൾ എത്ര രൂപ വരുമാനമുണ്ടോ അതനുസരിച്ച് ചിലവും വർദ്ധിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു വർഷമാണ്. 10 രൂപ കിട്ടിയാൽ 10 രൂപ തന്നെ ചിലവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകാരണം ചിലവ് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും മധ്യശൽക്കമാണ്. അപ്പോൾ മധ്യശൽക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നൂതന വസ്ത്രലാഭം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. സമ്പൽ സമൃദ്ധിക്ക് യോഗമുണ്ട്. അപ്പോൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും നല്ല രീതിയിൽ സുഖത്തോടു കൂടി ജീവിക്കാനും സാധിക്കുന്ന സമയമാണ്. അതുകൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. സ്ഥാന ബഹുമാനാദികൾ നേടാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലോ നമ്മളുടെ കഴിവിനെയോ മറ്റുള്ളവരെ ആദരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട്. ഇപ്പോൾ തൊഴിൽ മേഖലയിലാണെങ്കിലും സാമൂഹികമായിരിക്കുന്ന പ്രവർത്തന മേഖലയിലാണെങ്കിലും ഏത് മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചും അനുകൂലമായിരിക്കുന്ന മറ്റുള്ളവരുടെ ബഹുമാനമാർജിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് വിഷുഫലപ്രകാരം ഈ വർഷത്തിൽ. അതുകൂടാതെ തന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. ജൂൺ മാസം വരെ അത്ര അനുകൂലമല്ലെങ്കിലും ജൂൺ മാസത്തിന് ശേഷം ദൈവാധീനം നന്നായിട്ട് വർദ്ധിക്കുന്ന ഒരു സമയമായതുകൊണ്ട് അതിനുശേഷം ഇങ്ങോട്ട് വളരെ നല്ല ഗുണഫലങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ തൊഴിലിലൊക്കെ സ്ഥാനക്കയറ്റം കിട്ടുക, ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ല അനുകൂലാവസ്ഥയുണ്ട്. എന്നാൽ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുള്ള ഒരു സമയമാണ്. അപ്പോൾ എന്ത് കാര്യത്തിനും ആദ്യം ഒരു തടസ്സം ഉണ്ടാകും. വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചില സമയത്ത് പ്രതീക്ഷിക്കുന്ന ഗുണം അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് കിട്ടിയില്ല എന്ന് വരാം. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ എല്ലാ മാസവും ചെയ്ത് ശനിദോഷത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ ജൂൺ മാസം വരെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക, കാൽപാദത്തിന് വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുള്ളത് കാരണം കൊണ്ട് നാഗപൂജയും അതേപോലെ രാഹുപൂജ, കേതുപൂജ മുതലായിട്ടുള്ള വഴിപാടുകൾ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നല്ല ഗുണം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.